നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചോക്ലേറ്റ് കേക്കാണ് ഉണ്ടാക്കുന്നത്. മൈദ 2 കപ്പ്, 1/2 കപ്പ് കൊക്കോ പൗഡർ, പിന്നെ അതിലേക്ക് ഇടുന്നത് 2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/4 ടീസ്പൂൺ ഉപ്പ്, 1 ടേബിൾ സ്പൂൺ നമ്മുടെ കോഫി പൗഡർ, പിന്നെ 1/2 കപ്പ് ഷുഗർ പൊടിച്ചിട്ടെടുത്തിട്ടിരിക്കണേ. 1/2 കപ്പ് ഷുഗർ പൊടിച്ചിട്ടിരിക്കണേ, പൗഡറായിട്ടല്ല കേട്ടോ. 1/2 കപ്പ് ഷുഗർ 1/2 കപ്പ് എടുത്തിട്ട് പൊടിച്ചിട്ടിരിക്കുക. കൂടുതൽ സ്വീറ്റ് വേണ്ടവർക്ക് അത് 3/4 3/4 കപ്പ് വരെ എടുക്കാം കേട്ടോ. ഞാൻ 1/2 കപ്പ്, എനിക്ക് ഷുഗർ കുറവ് മതി, അതുകൊണ്ടാണ് മധുരം കുറച്ച് മതി, അതുകൊണ്ടാണ് 3/4 കപ്പാണ് വരെ അതിൻ്റെ മധുരം എടുക്കാം നമുക്ക്. പിന്നെ എടുത്തിരിക്കുന്നത് ലിക്വിഡായിട്ട് 4 മുട്ട, ഒരു 2 കപ്പ് പാല്, ഒരു വാനില എസൻസ്, 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ, എല്ലാം കൂടെ നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്യണേ. ഇതൊന്നും മിക്സ് ചെയ്യാൻ നമുക്ക് ബീറ്റർ എടുക്കണില്ല, ഹാൻഡിൻ്റെ ഇത് വെച്ചിട്ട് തന്നെയാണ്, ഹാൻഡ് ബ്ലെൻഡർ വെച്ചിട്ട് തന്നെയാണ് നമ്മളത് ചെയ്തെടുക്കണത്. ഈ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള പൗഡർ എല്ലാം കൂടി അതിലിട്ടിട്ട് കൈ വെച്ച് നന്നായി മിക്സ് ചെയ്തെടുത്താൽ ഒട്ടും കട്ടാണ്ട് നമുക്ക് മിക്സ് ആക്കി എടുക്കാൻ പറ്റും കേട്ടോ. എന്നിട്ട് നമ്മളത് കേക്കിൻ്റെ ടിന്നിലേക്ക്, അതിൻ്റെ നമ്മൾ കേക്ക് ടിന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ടാവുമല്ലോ, അതെടുത്ത് സെറ്റാക്കി അതിലേക്ക് എടുത്ത് ഒഴിച്ചാൽ മതി. അതിലേക്ക് നല്ല ഒരു ലിക്വിഡ്, നമ്മുടെ പരുവത്തിനുള്ള ആ പരുവം നമുക്ക് കണ്ടറിയാമല്ലോ കേക്കിൻ്റെ. അതായി കഴിഞ്ഞാൽ നമ്മളത് കേക്കിൻ്റെ ടിന്നിലേക്ക് എടുത്ത് ഒഴിച്ചിട്ട് നമ്മളത് ബേക്ക് ചെയ്തെടുക്കുകയാണ്. ഞാനെനിക്ക് നമ്മുടെ ഗ്യാസിൻ്റെ മുകളിൽ ആണ് ബേക്ക് ചെയ്തെടുത്തത്. ഓവനിൽ വേണ്ടവർക്ക് ഓവനിൽ ചെയ്തെടുക്കാം കേട്ടോ. കേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല ടേസ്റ്റോടു കൂടി നമുക്ക് കേക്ക് കിട്ടുന്നുണ്ട് കേട്ടോ, കറക്റ്റ് അളവ് എടുക്കുകയാണെങ്കിൽ. പിന്നെ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ചോക്ലേറ്റിൻ്റെ ഒരു ലിക്വിഡ്, ഒരു ഗനാഷ് പോലെ ഒരു സാധനം ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അതിൻ്റെ മേളിൽ നമുക്കത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, കേക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിന് വേണ്ടിയിട്ട് ഞാൻ എടുക്കുന്നത് 3 ടീസ്പൂൺ കോൺഫ്ലവർ, ടീസ്പൂൺ അല്ല 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, പിന്നെ ഒരു 1/3 കപ്പ് കൊക്കോ പൗഡർ. നന്നായി മിക്സ് ചെയ്യുക. എന്നിട്ട് 2 കപ്പ് പാലാണ് അതിലേക്ക് എടുത്തിരിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പാലൊഴിച്ചിട്ട് ആദ്യം മിക്സ് ചെയ്ത് കട്ടാണ്ട് ആവാണ്ടിരിക്കാനായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ബാക്കി പാലും കൂടി അതിലൊഴിച്ചു. പിന്നെ ഒരു 40 to 50 ഗ്രാം ചോക്ലേറ്റ് നമ്മുടെ സാധാരണ ചോക്ലേറ്റ് കോമ്പൗണ്ട്, പിന്നെ ഒരു 1/2 കപ്പ് ഷുഗർ, 80 ഗ്രാം ബട്ടർ, എല്ലാം കൂടി നന്നായി തിളപ്പിച്ച് കുറുക്കിയെടുക്കുക. ഒന്ന് ചെറുതായിട്ട് കുറുകി ഇങ്ങോട്ട് വരുന്ന ഒഴിക്കാനുള്ള ആ ഒരു പരിവുണ്ടല്ലോ, അങ്ങനെ ആകുമ്പോൾ അത് ഓഫ് ചെയ്യുക. ഒന്ന് ചെറുതായിട്ട് ചൂടൊക്കെ ആറി ലൈറ്റുള്ള ചൂടിൻ്റെ സമയത്ത് നമുക്ക് കേക്ക് സെറ്റ് ചെയ്യാം കേട്ടോ. അതിനുവേണ്ടി ഞാൻ കേക്ക് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, മിഡിൽ 2 സ്പാട്ടായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതേമാതിരി കണ്ടില്ലേ, കോരി ഒഴിച്ച് ഞാൻ സെറ്റ് ചെയ്യണേ. ഈ പരിവായിട്ട് നമുക്ക് അതിൻ്റെ സിറപ്പ് എടുക്കേണ്ടത്. എന്നിട്ട് ഞാൻ ഈ അളവിന് 2 കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ സിറപ്പ് 2 കേക്ക് എനിക്ക് കിട്ടിയിട്ടോ. ഇത് ഒരു കേക്ക് സെറ്റ് ചെയ്യേണ്ടവർക്ക് ഈ സിറപ്പ് ഇത്തിരി കുറച്ചുണ്ടാക്കാം, പാലിൻ്റെ അളവും കാര്യങ്ങളൊക്കെ കുറച്ചെടുത്താൽ മതി കേട്ടോ. കേക്ക് സെറ്റാക്കിയിട്ട് ഞാൻ കുറച്ച് ചോക്കോ ചിപ്സ് ഇട്ടിട്ട് അത് വെറുതെ ഒന്ന് സിമ്പിളായിട്ട് ഗാർണിഷ് ചെയ്തെടുത്തു. വേണ്ടവർക്ക് ഇത് മൊത്തത്തിൽ കവർ ചെയ്യാം. ഞാൻ വെറുതെ ഇങ്ങനെ ഫുള്ള് കവർ ചെയ്തിട്ടില്ല, ഞാൻ അടിയിലും മുകളിലും മാത്രം ഇട്ടിട്ട് അങ്ങനെ ചെയ്തിരിക്കണേ. നല്ല ടേസ്റ്റായിരുന്നു, സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള. ഇതിൽ പിന്നെ ഒരു ഓപ്ഷനും കൂടി, ഷുഗർ സിറപ്പ് വേണ്ടവർക്ക് ഇത് ഇടുന്നേക്കാൻ മുമ്പ് വേണമെങ്കിൽ ഷുഗർ സിറപ്പ് കുറച്ചൊരു 4 ടീസ്പൂൺ ഷുഗറിൽ ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ച് സിറപ്പ് ഉണ്ടാക്കി അത് വേണമെങ്കിൽ ഇതൊന്ന് സോക്ക് ചെയ്യാം കേട്ടോ, ഷുഗർ സിറപ്പ് ഇട്ടിട്ട്. അപ്പോഴും ടേസ്റ്റ് കൂടും. മധുരം കൂടുതൽ വേണ്ടവർക്ക് അങ്ങനെയും ചെയ്യാം കേട്ടോ. അതല്ലെങ്കിൽ ഞാൻ ഉപയോഗിച്ച മധുരത്തേക്കാളും കുറച്ച് കൂടുതൽ 1/2 കപ്പ് എടുത്തിരിക്കണം മധുരം എല്ലായിടത്തും 3/4 കപ്പ് എടുത്താലും മതി. നല്ല ടേസ്റ്റാണ്. എല്ലാവരും